ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ സ്പെഷ്യൽ ലഞ്ചിൻ്റെ ഒരു ചെറിയൊരു വീഡിയോയാണ്. അപ്പം ഇന്ന് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1 കിലോ ബീഫ് നല്ലോണം കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ പോക്കി ഒരു കുക്കറിലേക്ക് ഇട്ടതാണ്. അതിലേക്ക് ഒരു 2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, 2 സ്പൂണ് മല്ലിപ്പൊടി. ഇത് വെള്ളമൊന്നും ചേർക്കാതെ നല്ലോണം കുഴച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കണ്ട, ബീഫിൽ തന്നെ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് കുക്കറിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചോറിനുള്ള വെള്ളവും കൂടെ അടുപ്പത്ത് വെക്കാം. ചോറിന് വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അരിയൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. നമുക്കിത് അടുപ്പത്തേക്ക് ഇട്ട് കൊടുക്കാം. അരി ഒരു 5 മിനിറ്റായി തിളയ്ക്കുന്ന ഗ്യാസ് മേലായതിനെ കൊണ്ട് ഇനി നമുക്ക് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. പെട്ടെന്ന് വേവുന്ന അരിയാണെന്ന് വെച്ചാൽ ഒരു 20 മിനിറ്റ് മതിയാവും. നല്ല വേവുള്ള അരികളാണെങ്കിൽ 1 മണിക്കൂറൊക്കെ വേണ്ടി വരും റൈസ് കുക്കറിന് വെന്ത് കിട്ടാൻ. ഇത് പെട്ടെന്ന് വരുന്ന അരിയാണ്. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ എടുത്ത് ഊറ്റി വെക്കാം. ഇതാ ചെറിയൊരു പരിപ്പില്ലേ, ആ പരിപ്പാണ് അത്. പച്ചമുളകും തക്കാളി, ഉള്ളി, കുറച്ച് ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ് ചേർത്ത് നല്ലോണം പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. തേങ്ങ ഒന്നും അരയ്ക്കുന്നില്ല, വെറുതെ വേവിച്ചുടച്ചിട്ട് വറവിട്ടെടുക്കുകയാണ്. പരിപ്പൊക്കെ നല്ലോണം വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് വറവിട്ടെടുക്കാം. ഇത് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. അതിലേക്ക് വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ വറ്റൽമുളക് ഇല്ല, കറിവേപ്പിൻ്റെ ഇല മാത്രമേ ഇട്ടിട്ടുള്ളൂ. നല്ലോണം ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പരിപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ബീഫൊക്കെ വെള്ളമൊക്കെ വറ്റി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നാക്കി എടുക്കാം. അതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഒരു 2 സവോളയും കൂടെ ഇട്ട് കൊടുക്കാം. ബീഫിൽ ഉപ്പിട്ടതും കൊണ്ട് ഉള്ളിയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ ഉള്ളി ഒന്ന് വാടി കിട്ടാണ്ട് ഉപ്പ് മാത്രം മതി. ബീഫിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വെച്ചതുകൊണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടതും കൂടെ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ഉള്ളി ഒരു ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു കുഞ്ഞി തക്കാളിയും കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ടു. എല്ലാം നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച മല്ലിച്ചപ്പും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കും. ഇനി പയറും കൂടെ ഒന്ന് തോരൻ വെച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പിൻ്റെ ഇലയും പച്ചമുളകും ഇട്ട് അതിന് പാകത്തിന് ഉപ്പും ചേർത്ത് പയറും എടുത്തിട്ട് നല്ലോണം ഇളക്കി വേവിച്ചെടുക്കുക. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. തേങ്ങ ഉണ്ടെങ്കിൽ നല്ല തേങ്ങ ചിരവി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. തേങ്ങ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. അതിൻ്റെ ഇടയിൽ കൂടെ റൈസ് കുക്കറിൽ വെച്ച ചോറും കൂടെ വെള്ളം തോരാൻ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് എൻ്റെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ പുതിയ വീഡിയോയുമായി എത്താം. അതുവരേക്കും എല്ലാവരോടും ബൈ.